ഈ വീഡിയോയിൽ ഒരു രണ്ട് മൂന്ന് ചെറിയ വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ്. ഒന്ന് മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ്. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഗാസയ്ക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചില ബിൽഡിങ്ങുകളിലൊക്കെ ഡ്രോണൊക്കെ വിട്ട് ഹൈ റൈസ് ബിൽഡിങ്ങുകളൊക്കെ ഡ്രോൺ വെച്ച് തന്നെ അറ്റാക്ക് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കുന്ന രംഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ പ്രൊട്ടസ്റ്റ്, ഈ പ്രതിഷേധക്കാർ ഒരു പരിധിവരെ കെട്ടടങ്ങിയിട്ടുണ്ട്. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടൽ, അതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഹമാസ് ഒരു പരിധിവരെ വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് റിട്ടാലിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഒളിത്താവളങ്ങൾ, ഇപ്പം ഈ ടണലിന്റെ ഉള്ളിൽ ഇത്രയും നാളും ഒളിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം UN-ന്റെ വെയർ ഹൗസിന്റെ അകത്താണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പം നിലവിലുള്ള അവസ്ഥ. ഞാൻ ഇവിടെ ഒരു ഫുട്ടേജ് വെക്കുന്നുണ്ട്. ആ ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഒരു വെയർ ഹൗസ്, UN-ന്റെ വെയർ ഹൗസിന്റെ മുന്നിൽ ഒരു വെള്ള കളർ വാൻ കിടപ്പുണ്ട്. ഈ ഹമാസ് സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇസ്രായേൽ ആണെങ്കിൽ കംപ്ലീറ്റ് ഏരിയൽ മോണിറ്ററിംഗ് ആണ് അവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെയും ഒളിച്ചിരിക്കാനുള്ള സാഹചര്യം വളരെ വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഹമാസ്. കാരണം തുരങ്കങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരെ അടിച്ച് നിലം പരിച്ചാക്കിക്കൊണ്ട് പോവാണ് IDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഹമാസ് ഇന്നൊരു പ്രസ്താവന, ആ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ 60 ദിവസത്തെ സീസ് ഫയർ അല്ലേ, അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ സ്വമേധയായിട്ട് അങ്ങ് പുറത്തു വന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി പറഞ്ഞ സ്ഥിതിക്ക് അമേരിക്കൻ സൈഡിൽ നിന്നും ഇതിന്റെ റെസ്പോൺസ്, നെതന്യാഹുവിനെ വിളിച്ചിട്ട് ട്രംപ് പറഞ്ഞത്, ഒരു രീതിയിലും ഈ സീസ് ഫയർ അംഗീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു യുദ്ധം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇനിയും ഈ ഒരു ഹമാസിന്റെ ഈ ഒരു പ്ലേ അതിന്റെ ആവശ്യമില്ല. ഇനി ഹമാസിനെ മൊത്തത്തിൽ അങ്ങ് അടിച്ച് തൂത്തുപിറക്കി കളഞ്ഞിട്ട് കിട്ടുന്ന ഹോസ്റ്റേജസിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക, അതാണ് ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പോളിസി. ഇത് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായിട്ട് നെതന്യാഹുവിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അത് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പം നിലവിൽ ഹമാസിന്റെ സീസ് ഫയർ റിക്വസ്റ്റിന് അമേരിക്കയുടെ സൈഡിൽ നിന്നും കൊടുത്തിരിക്കുന്ന മറുപടി. ഇത് പ്രത്യേകിച്ചും നെതന്യാഹുവിന്റെ സൈഡിൽ നിന്നുകൊണ്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ജുദേയ സമാരിയ, അവിടെ ഞാൻ ഈ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഈ ഡാർക്ക് ഗ്രീൻ കളർ ശരിക്കും ഫുള്ളി ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. ഈ ലൈറ്റ് ഗ്രീൻ കാണുന്നില്ലേ, ഒരു ലൈറ്റ് ഗ്രീൻ കാണുന്നത്, അത് മാത്രമാണ് ശരിക്കും ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങൾ. ബാക്കി ഗ്രേ കളറിലുള്ളതെല്ലാം തന്നെയും ഇസ്രായേലികളും അറബുകളും ഇടകലർന്ന് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഇസ്രായേലികൾക്ക് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് സെറ്റിൽമെന്റ് ഏരിയകളാണ്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ കളറിൽ ഈ ഹൗസിംഗ് സെറ്റിൽമെന്റ് പോലെ പോയിന്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഇത്രയും സ്ഥലങ്ങളിലെല്ലാം പുതിയ സെറ്റിൽമെന്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇനി പാലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറയാൻ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ പാലസ്തീൻ സ്റ്റേറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പല വെസ്റ്റേൺ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ താല്പര്യത്തിലാണ്. അപ്പോൾ അതിന് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റേറ്റ്ഹുഡ് അതിന് എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങളുടെ രാജ്യം എങ്ങനെയാണോ റൺ ചെയ്യുന്നത് അതുപോലൊരു സ്റ്റേറ്റ് ഹുഡ് വേണ്ടേ. ഒരു സ്റ്റേറ്റ് ഹുഡ് ആണെങ്കിൽ ഒരു സ്റ്റേറ്റ് ബോർഡർ വേണം. ആ സ്റ്റേറ്റ് ബോർഡറിന്റെ ഉള്ളിൽ ഒരു ഗവർണൻസ് വേണം. ആ ഗവർണൻസിൽ ഉപരിയായിട്ട് അവിടെ തീവ്രവാദം പാടില്ല. അവിടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി സിസ്റ്റം വേണം. ഇതൊക്കെ ഉണ്ടോ? പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലത്തെ തന്നെയാണോ നിങ്ങൾ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് വലിയ രീതിയിൽ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളൊരു വാലിഡ് ചോദ്യം. ഡെമോക്രസി എന്ന് പറയുന്ന നിങ്ങൾ, ഇവിടെ ഡെമോക്രസി ഉണ്ടോ? ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടമുള്ള ഒരു സ്ഥലത്തെയാണോ നിങ്ങൾ സ്റ്റേറ്റ് ഹുഡായിട്ട് അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നുള്ള ചോദ്യം, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉയർത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും. ഇതൊന്നും വെസ്റ്റേൺ രാജ്യങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അവരുടെ അജണ്ടയും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളൊക്കെ വേറെയാണ്. അപ്പൊ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ഹമാസ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്, ഞങ്ങൾക്ക് സീസ് ഫയർ, ഞങ്ങൾ ഓക്കെയാണ്, സീസ് ഫയർ ഓക്കെയാണെന്ന്. നമ്മളൊന്ന് ആലോചിച്ചു ഹമാസിന്റെ ഒരു അവസ്ഥയെ. ഇത്രയും നാളും ഈ സ്റ്റീവ് വിറ്റ്കോഫ് വന്നിട്ട് ഈ സീസ് ഫയറിനെ ചൊല്ലിയിട്ട് എത്ര തവണ ഖത്തറിലേക്ക് പോയിട്ട് ചർച്ച നടത്തിയതാണ്. അന്നൊക്കെ ഇവര് ഞങ്ങൾക്ക് പറ്റില്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ നല്ല അടി കിട്ടുമ്പോഴത്തേക്കും ഇപ്പൊ കൃത്യമായിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും സീസ് ഫയർ ആക്കി തരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിപ്പോൾ സമ്മതമല്ല എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നെതന്യാഹുവിനെ സമ്മതിച്ചേ പറ്റൂ. എത്ര പ്രഷർ, അതായത് അവരുടെ സ്വന്തം രാജ്യത്ത് തന്നെ പ്രൊട്ടസ്റ്റ്, പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് കൊണ്ടുള്ള ടയറൊക്കെ കത്തിച്ച് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പല രീതിയിൽ സ്ട്രൈക്കൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്രമാത്രം സമ്മർദ്ദം ഇട്ടിട്ടും നെതന്യാഹു കുലുങ്ങിയില്ല എന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഡിസിഷൻ എടുത്ത് ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. US-ന്റെ മിഡിൽ ഈസ്റ്റ് എൻവോയ് ബാരക് പുള്ളി വീണ്ടും ഇസ്രായേലിലേക്ക് വരുന്നുണ്ട്.
ഈ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ വർക്കുകൾ ചെയ്യാനാണ് വരുന്നത്. വലിയ രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നാലും പുള്ളി വരുന്നുണ്ട് ഇസ്രായേലിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഖത്തറിൻ്റെ സൈഡിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. തീർച്ചയായിട്ടും ഖത്തർ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ബോയിങ് ഒക്കെ ഗിഫ്റ്റ് കൊടുത്തതാണേ ട്രംപിന്. പിന്നെ ഖത്തർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഖത്തറൊക്കെ എവിടെയൊക്കെ തകർന്നു പോകുന്നൊക്കെ ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു വാർത്തകളിൽ. ഇതുവരെ തകർന്നായിട്ടൊന്നും കാണുന്നില്ല. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖത്തറിനൊന്നും അങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. കാരണം ഖത്തറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. പല മേഖലകളിൽ, പല നിർണായക മേഖലകളിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് അവരുടെ കയ്യിലുള്ള ഗ്യാസ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, എനർജി സോഴ്സ്. അപ്പം അങ്ങനെ രാജ്യങ്ങളുടെ പല രീതിയിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം ഒരു രാജ്യത്തിനെ ഇല്ലാതാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഊതിക്കളയാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാൻ. ഇനി നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ സെലൻസ്കി അമേരിക്കയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇന്നത്തെ ഡേ ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിലുപരിയായിട്ട് മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് താരിഫ് ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ. എന്ത് വെളിപ്പെടുത്തൽ? ഞാൻ വായിച്ചു നോക്കിയിട്ട്, അതായത് ഒരു കാരണം പറയണമല്ലോ എന്നുള്ള രീതിയിൽ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് US പതിയെ അയഞ്ഞു വരികയാണ്. കാരണം ഇന്ത്യ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ വരികയാണ്. കാരണം അവർക്ക് ചൈനയെ ഒരു 90 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവരെ റാമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് എന്തുകൊണ്ട് താരിഫ് കൊടുത്തില്ല, ഇന്ത്യക്ക് താരിഫ് കൊടുത്തു എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോഴത്തേക്കാണ് പുള്ളി വളരെ വ്യക്തമായിട്ട് 2-3 ഡീറ്റെയിൽസ് പറയുന്നത്. അതായത് ചൈനയ്ക്ക് താരിഫ് ഇട്ട് കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ളൊരു ചലനമുണ്ടാക്കും. കാരണം ഒരുപാട് രാജ്യങ്ങൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പുള്ളി പറഞ്ഞത്. പക്ഷേ എന്നാലും മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ തിരിച്ച് ആർക്കൊന്നും ചോദിക്കാനില്ല, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന രീതിയിലാണ്. അപ്പോൾ അതായത് ഇന്ത്യക്ക് ഇടുന്ന താരിഫ് ഗ്ലോബലി ഇമ്പാക്ട് ഉണ്ടാക്കില്ല, ചൈനയ്ക്ക് ഇടുന്ന താരിഫ് ഗ്ലോബലി ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള ഒരു എടുത്ത് വിളമ്പിയത്. താരിഫ് എവിടെ ഇട്ടാലും ഗ്ലോബൽ ഇമ്പാക്ട് ഉണ്ടാവും. ഇന്ത്യയും ഇന്ന് ഗ്ലോബലി പല രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും പല സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്ന പല രാജ്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ സ്റ്റേറ്റ്മെന്റ് പുറത്ത് പറയാൻ. പക്ഷേ മാർക്കോ റൂബിയോ ഡെമോക്രാറ്റുകൾ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പല നിർണായകമായിട്ടുള്ള മൂവ്മെന്റ്സും അമേരിക്കൻ കോൺഗ്രസിന്റെ ഉള്ളിൽ നടത്തിയ വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ കുറച്ച് അയാളെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനത്തെ ചില പോർഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ S-400 മേടിച്ച സമയത്ത് അമേരിക്ക റഷ്യൻ റിലേഷൻഷിപ്പിനെ ചൊല്ലി സാങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ആ സാങ്ഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ മാർക്കോ റൂബിയോയൊക്കെ നമ്പർ 1 ആണ്. പക്ഷേ അന്ന് പുള്ളി ഓപ്പോണൻ്റ് ആയിരുന്നു, ഇന്ന് ശരിക്കും ഭരണകക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. പണ്ടത്തെ പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ലേഡിയാണ് ഹീന റബാനി ഖാർ എന്ന് പറഞ്ഞ ലേഡി, പഞ്ചാബിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ ലേഡി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വല്ലാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാനെ കാണുന്നത്. തീവ്രവാദം എന്ന് പറയുന്നത് ഇന്ന് കോമൺ ഇഷ്യൂ ആണ്. അത് ഇന്ത്യക്കുള്ളിലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഉള്ളിലോ മാത്രമല്ല, ആഗോളതലത്തിൽ തീവ്രവാദം വലിയ പ്രശ്നമാണ്. പാകിസ്ഥാനും തീവ്രവാദത്തിൻ്റെ വിക്റ്റിമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്? ഈ തീവ്രവാദത്തിനെ ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ ഇവരാണ്. പാകിസ്ഥാനിൽ ഏതെല്ലാം തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഈ രീതിയിൽ, അതായത് അമേരിക്ക പാകിസ്ഥാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ അതിനെ തീവ്രവാദികളോട് ചെയ്യുന്ന കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഇന്ത്യ വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് അവരെ നമ്മൾ തീവ്രവാദികളായിട്ട് പോർട്രേ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഫോറിൻ മിനിസ്റ്റർ, പഴയ ഫോറിൻ മിനിസ്റ്ററാണ്, ഇപ്പോൾ പദവിയിലൊന്നും ഇല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെ ഒന്നുമില്ല, അതായത് പെഹൽഗാം ആക്രമണം അത് ദുഃഖകരം തന്നെയാണ്. ഇന്ത്യക്കുള്ളിൽ തീവ്രവാദ ആക്രമണം നടന്നു എന്നതിൻ്റെ പേരിൽ പാകിസ്ഥാനെതിരെ ക്രോസ് ബോർഡർ അറ്റാക്ക് നടത്തിയത് അത് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അക്സെപ്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ വീണ്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിൽ ഒരു പെരുമാറാം എന്നാണ് ഇന്ത്യ വിചാരിക്കുന്നത്. അതുപോലെ US-ന്റെ മേലിൽ സമ്മർദ്ദം ഇടുന്നു. അതായത് പാകിസ്ഥാനെ തിരിഞ്ഞു നോക്കാനേ പാടില്ല എന്നുള്ള രീതിയിൽ US-നും പാകിസ്ഥാനും ഇടയിൽ ഒരു ബന്ധമേ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള പ്രഷർ ഇന്ത്യ അമേരിക്കയുടെ മേലിൽ ഇടുന്നതായിട്ട് പാകിസ്ഥാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റും കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അമേരിക്കയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യത്തിലാണ് അവരെ നമ്മളുടെ പേരിൽ താരിഫ് ഇട്ടത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. പിന്നെ ഇന്ത്യ മറക്കുകയാണ്. ഇന്ത്യ എന്തിനാണ് മറക്കുന്നത്? കൗണ്ടർ ടെററിസം, അതായത് പാകിസ്ഥാനിൽ ഈ തീവ്രവാദികൾക്കെതിരെ പാകിസ്ഥാൻ കുറേ നടപടികൾ എടുക്കുന്നുണ്ട്. ആ നടപടികളൊക്കെ കണ്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ ലേഡിയുടെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ തീവ്രവാദം വളർത്തുന്നു, നിങ്ങൾ അതിനെ ചെറുക്കുന്നു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും.
നിങ്ങളുടെ ഉള്ളിൽ തീവ്രവാദം നിങ്ങളാണ് വളർത്തുന്നത്. കശ്മീരിന്റെ ഉള്ളിലേക്ക്, ജമ്മു കശ്മീരിന്റെ ഉള്ളിലേക്ക് തീവ്രവാദികളെ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് കയറ്റി അയക്കുന്നതിന് പാകിസ്ഥാന്റെ ISI ആണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നുള്ളത്. ആർക്കാണ് മനസ്സിലാവാത്തത്? ISIയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് ഈ കശ്മീർ തീവ്രവാദികൾ വന്ന് താമസിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഇതൊക്കെയാണ് താങ്കൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. ഇതാണ് നമുക്ക് ഹിനയോട് അങ്ങോട്ട് പറയാനുള്ളത്. പിന്നെ ഭീഷണിയും കൂടി. ഭീഷണി എന്താണ്? അത് നമ്മൾ രണ്ടും തന്നെ ന്യൂക്ലിയർ പവറുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും പാടില്ല. അതായത് ക്രോസ് ബോർഡറിൽ, അതായത് ഇങ്ങനെ ബോർഡറിനപ്പുറത്ത് വന്നിട്ട് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ റിക്വസ്റ്റ്. കരഞ്ഞ് കാല് പിടിക്കുകയാണ്, മെഴുകുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. G0 മീഡിയ എന്ന് പറഞ്ഞുള്ള ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് ഈ ലേഡി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. അവർ വളവളാ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഒരു 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ ചുരുക്കത്തിൽ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത വീഡിയോ സെലൻസ്കി, ട്രംപ്, യൂറോപ്യൻ യൂണിയൻ ഇവരൊക്കെ നടത്തിയ ചർച്ച, ഇത് ഏത് രീതിയിലാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇനി മറിയാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. കാരണം സെലൻസ്കി പേടിച്ചിട്ട് ട്രംപിനെ ഇത്തവണ ഞാൻ പോയി കാണുന്നില്ല എന്നുള്ള രീതിയിൽ യൂറോപ്പിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാരുമായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ മെർസ് ഫ്രെഡറിക് തൊട്ട് എല്ലാവരും അവിടെ വരിവരിയായിട്ട് ഓരോരുത്തരായിട്ട് വന്ന് ഇറങ്ങുന്നുണ്ട്. വൈറ്റ് ഹൗസ് ഫുള്ളി ബിസിയാണ്. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക. നെക്സ്റ്റ് വീഡിയോ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിരിക്കും. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.